ഗ്ലോബൽ ജമാഅത്ത് കൗൺസിൽ ട്രസ്റ്റ് ഇന്ത്യയുടെ പോഷക സംഘടനയായ ആലിം കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിക്ക് നേതൃത്വം നൽകി നടന്നുവരുന്ന ഇസ്ലാമിക വിജ്ഞാന ക്ലാസ് 2000 ക്ലാസ് പൂർത്തിയായി. ഇതിൻ്റെ ഭാഗമായി ക്ലാസ് നയിച്ച മതപണ്ഡിതന്മാരെ ജമാഅത്ത് കൗൺസിൽ ഫൗണ്ടറും പ്രസിഡന്റുമായ ഡോക്ടർ എ അഷ്റഫ് ബാലരാമപുരത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഈ ഇസ്ലാമിക വിജ്ഞാന ക്ലാസ് ചരിത്രത്തിൻ്റെ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതും നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്തതുമായ മഹത് വേദിയാണെന്നും വലിയ ചരിത്രമാണെന്നും ഇത് മറ്റ് സംഘടനകൾ മാതൃകയാക്കേണ്ട ഒന്നാണെന്നും സംഗമം ഉദ്ഘാടനം ചെയ്ത് നെയ്യാറ്റിൻകര സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിദ്യാഭ്യാസ വൈസ് ചെയർമാൻ ഡോക്ടർ സാദത്ത് MBBS സംസാരിച്ചു. ജമാഅത്ത് കൗൺസിൽ ദേശീയ ചെയർമാൻ MS ഷാജി വെഞ്ഞാറമൂട് യോഗത്തിൽ അധ്യക്ഷനായി. സംഘടനാ ഉദ്ദേശവും ആലിം കൗൺസിലിൻ്റെ ലക്ഷ്യബോധവും വിവരിച്ചുകൊണ്ട് ജമാഅത്ത് കൗൺസിൽ ഫൗണ്ടറും പ്രസിഡന്റുമായ ഡോക്ടർ എ അഷ്റഫ് ബാലരാമപുരം മുഖ്യപ്രഭാഷണം നടത്തി. നെടുമങ്ങാട് വിനോദ്, ഡോക്ടർ അരൂജ് തിരുവനന്തപുരം, വാഹിദ് വൈദ്യർ മസ്കറ്റ്, ഡോക്ടർ ഗിരീഷ് എന്നിവർ മുഖ്യാതിഥികളായി. ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AK അബ്ദുൽ ഗഫൂർ മലപ്പുറം, ഡോക്ടർ അബ്ദുള്ളക്കുട്ടി പട്ടാമ്പി, AK ഷഹീർ മലപ്പുറം, ഡോക്ടർ അബുക്കുട്ടി കണ്ണൂർ, ഡോക്ടർ N നസീർ നെടുമങ്ങാട്, സംഘടനാ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ N ഷംസുദ്ദീൻ ഹാജി വഴിമുക്ക തുടങ്ങി മഹത് നേതാക്കൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ഡോക്ടർ ബാലരാമപുരം അഷ്റഫ് നേതൃത്വം നൽകുന്ന ജമാഅത്ത് കൗൺസിൽ 7 വർഷം തികയുകയാണ്. അതിൻ്റെ വിപുലമായ പരിപാടികൾക്ക് മുന്നോടിയായി നൽകിയ ആദരവ് നൽകൽ പരിപാടിയിൽ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ആലിം കൗൺസിൽ കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ M അബ്ദുൽ കലാം മിസ്ബാഹി തിരുവനന്തപുരം, ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അലി ഫൈസി മലപ്പുറം, വൈസ് പ്രസിഡന്റ് ഡോക്ടർ MF അബ്ദുൽ ഹക്കീം വഹബി MD തിരുവനന്തപുരം, ഡോക്ടർ N ജിലാനി ഉസ്താദ് മലപ്പുറം, ഡോക്ടർ മാഹീൻ മൗലവി ബാലരാമപുരം തുടങ്ങിയവർ നന്ദി പ്രസംഗം നടത്തി. പരിപാടിയിൽ പുതിയ ലേബർ കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി വിളംബരം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റായി ഷഹീൻ മാസ്റ്ററെയും സംസ്ഥാന സെക്രട്ടറിയായ BM അജീറിനെയും തെരഞ്ഞെടുത്തു. ആലിം കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടി ഉച്ചഭക്ഷണത്തോടെ പര്യവസാനിച്ചു. ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ നിരവധി വേദികളിൽ നമ്മൾ പോകാം. ഒരു മുസ്ലിം നാമധാരിയാണല്ലോ ഞാൻ. എൻ്റെ നെയ്യാറ്റിൻകര നഗരസഭയിലെ 44 കൗൺസിലർമാരും മുസ്ലിങ്ങളായി ഞങ്ങൾ 3 പേരാണ്. ഈ തൊട്ടടുത്ത വാർഡിലെ ഷാമില, ആറാലമ്പൂട് വാർഡിലെ ഷാമില, വഴിമുക്ക് വാർഡിൽ നിന്നും ഞാൻ, പിന്നെ ഉള്ളത് ടൗൺ വാർഡിൽ നിന്നും സ്ഥിരമായി ജയിച്ചു വരുന്ന അലി ഫാത്തിമ. എല്ലാ സമുദായത്തിലുള്ളവരാണ് 9 BJP കൗൺസിലർമാർ. കൗൺസിൽ തുടങ്ങുമ്പോൾ നമ്മൾ പല വിഷയങ്ങളും വരും. നിങ്ങൾ ആ ഒരു അറിവിലേക്ക് പറയുക. അവിടെ നമ്മളെപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് നമ്മുടെ മതത്തെ സംബന്ധിക്കുന്ന ഇന്ന് ഇന്ത്യയിലും ലോകത്തും കാണുന്ന ഈ മതം ഇങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ കയ്യിലേക്ക് ഒരായുധം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ പഹൽഗാമിൽ ചെന്നിട്ട് കലിമലെല്ലാം പറയും. അത് രാഷ്ട്രീയം. അതെങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ളത്, ആ തരത്തിലൊരു പ്രശ്നത്തിലേക്ക് കടന്നു പോകാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ആരും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. നിരപരാധിയായ മനുഷ്യനെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ അവനെ ഉന്മൂലനം ചെയ്യുന്നതിനോ ഇസ്ലാമിൻ്റെ ഒരു സ്ഥലത്തും പറയുന്നില്ല എന്ന് 5ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. പ്രിയപ്പെട്ട ആലിന്മാരുടെ ഇരിപ്പുണ്ടല്ലോ, എത്രയോ പണ്ഡിതന്മാരാണ്. അപ്പോൾ 2000 ക്ലാസ്സിലൂടെ ഒരാളെ, ഒരു വ്യക്തിയെ നമുക്ക് ശരിയായ മാർഗത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാരിതാർത്ഥ്യമാണ്, അല്ലേ? അതാണല്ലോ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇസ്ലാം പറയുന്നത്? ഇസ്ലാമിനകത്തുള്ള ശാസ്ത്രം എന്താണ്? സാമൂഹ്യ സത്യം എന്താണ്? കാഴ്ചപ്പാട് എന്താണ്? ഇത് മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല. കഴിയുമായിരുന്നു എങ്കിൽ ഇന്ന് വിവാഹവേദികളിൽ നടക്കുന്ന ആർഭാടം, അനാവശ്യമായ പ്രവൃത്തികൾ, നമ്മളാണല്ലോ അതിലെല്ലാം മുന്നിൽ. ജമാഅത്ത് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ അഭിമാനകരമായ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ജമാഅത്ത് കൗൺസിലിന് 7ഓളം അവാന്തര വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആലിം കൗൺസിൽ. ഈ സംഘടന അഷ്റഫിനടക്കം എനിക്കടക്കം നമുക്കുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തുവാനും ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നമ്മെ നയിക്കുന്നത് ആലിം കൗൺസിലാണ്. മസ്കറ്റിൽ വെച്ച് 2017 തുടക്കം കുറിച്ച
ഈ ആലിം കൗൺസിലിന്റെ ഇസ്ലാമിക വിരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ദീനിയുമായിട്ട് ഭൗതികമായിട്ട് ഉള്ള ഒരു ക്ലാസ് എടുക്കേണ്ട ഭാഗമായിട്ട് അത് വിജ്ഞാന ക്ലാസ് അത് തുടക്കം കുറിച്ച് അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒന്നിൽ തുടങ്ങിയ നിസാമി ഉസ്താദിൽ തുടങ്ങിയ നമ്മളുടെ ഇസ്ലാമിക വിജ്ഞാന ഇതിന്റെ പിന്നിൽ 11 പണ്ഡിതന്മാർ വളരെ ആത്മാർത്ഥമായിട്ട് കൂടി വളരെ വളരെ ആത്മാർത്ഥതയോട് ഒരു വേതനം വാങ്ങിക്കാതെ ലെവലിൽ തന്നെ അവര് ഇതിന്റെ ക്ലാസ് എടുക്കാൻ തയ്യാറായി. അവരുടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തന ഭാഗമായി അവരെ ആദരിക്കുന്ന ഇന്ന് 7 വർഷം കഴിഞ്ഞ സമയത്ത് 2000 എപ്പിസോഡ് വരെയാണ്. ഈ 2000 പഠനത്തിൽ പെട്ടെന്ന് നമുക്ക് എഴുതി പേപ്പറിൽ എഴുതാനുള്ളതല്ല, 2000 ക്ലാസ് ആണ്. ഈ 2000 ക്ലാസ്സിനുള്ളതെന്ന് അതിന് വേണ്ട ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ ഒരു ക്ലാസ് അതിനെ കാക്കി കുറിച്ച് എടുത്ത് അതിനെ വെച്ച് അതിനെ സംസാരിക്കുന്ന സമയത്ത് ഒത്തിരി കേൾക്കണമാണ്. ഏതെങ്കിലും ഒരു മേഘം മയക്കി പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് വിഘടത ഉണ്ടാകും. പക്ഷേ അത് വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടി തന്നെ കാക്കി കുറിച്ച് എടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഡെയിലി 10 മിനിറ്റ് സംസാരിക്കണം, കുറഞ്ഞത് 10 മിനിറ്റ്. ആ 10 മിനിറ്റിനുള്ളത് ഇപ്പോൾ നമ്മുടെ എവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ മിനിറ്റൊക്കെ പെട്ടെന്ന് ടക്കണ് എടുക്കുന്ന ജയിലാനി ഉസ്താദ് പോലത്തെ ആൾക്കാരെല്ലാം 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ കേൾക്കും. എത്ര പറഞ്ഞ കാര്യം 20 മിനിറ്റ് 30 മിനിറ്റ് അങ്ങനെ പോയിട്ടേ ഇരിക്കും. അത് നമുക്ക് വിഷയവുമില്ല. കാരണം അത് കേൾക്കാൻ എപ്പോൾ ശ്രോതാക്കൾ ഒത്തിരി ആൾക്കാരുണ്ട്. ജമാഅത്ത് കൗൺസിൽ നാഷണൽ ജമാഅത്ത് കൗൺസിൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മൾ കമ്മിറ്റി ആരംഭിച്ചിട്ട് 2018 നമ്മൾ ജമാഅത്ത് കൗൺസിൽ ആരംഭിച്ചത്. ഇന്നേക്ക് 7 വർഷം പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ആലിം കൗൺസിൽ, ഇതിൻ്റെ ജമാഅത്ത് കൗൺസിലിൻ്റെ പോഷക സംഘടനയായ ആലിം കൗൺസിലിൻ്റെ 2000 എപ്പിസോഡ് പൂർത്തീകരിക്കുന്ന അതിൻ്റെ ഭാഗമായി അവർക്കൊരു ആദരവും അവർക്കൊരു സ്വീകരണം കൊടുക്കേണ്ട ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്ത് കൗൺസിലിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഒരു പിരിവ് സംഘടനയല്ല. തികച്ചും ഇതിലുള്ള പ്രവർത്തകർ തന്നെ അതിന് ഫണ്ടിങ് കണ്ടെത്തി അത് ചാരിറ്റി അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ഞങ്ങൾ പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഇതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട് പ്രാരംഭ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻറ്റ് ഡോക്ടർ എ അഷ്റഫ് സാറ് മലപ്പുറം ജില്ലയെ പ്രസിഡൻ്റ് പദം അലങ്കരിക്കുന്നത് നമ്മുടെ വേദിയിൽ തന്നെയുള്ള ഡോക്ടർ ജീലാനി ഉസ്താദാണ്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ ഈ സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഇൻഷാ അല്ലാഹ്. ബഹുമാനമുള്ള സ്നേഹാദരവുള്ള ജമാഅത്ത് കൗൺസിൽ സാരഥികളെ, 6 വർഷം മുമ്പ് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട ഡോക്ടർ അഷ്റഫ് സാഹിബ് അവരുടെയും ഡോക്ടർ ശംസുദ്ദീൻ ഹാജി, ഡോക്ടർ അബ്ദുൽ ഗഫൂർ ബേങ്ങര, ഡോക്ടർ അബ്ദുൽ സാഹിബ് തുടങ്ങിയ നേതാക്കന്മാരായി തുടക്കം കുറിച്ച് നല്ലൊരു അവസ്ഥയെത്തി ഇന്ന് നിൽക്കുകയാണ്. അതിൻ്റെ പോഷക കമ്മിറ്റിയായി ആലിം കൗൺസിൽ എന്നൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒമാനിൽ നിന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഖാദിർ മൗലവി ക്ലാസ് ആരംഭിച്ചു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പുരോഗമിച്ച് 5-10ഓളം ഉസ്താദന്മാർ സേവനം ചെയ്ത് വലിയ ഉയർന്ന സ്ഥാനത്തെത്തി ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഇന്നത് 2000 തികഞ്ഞിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 6 വർഷങ്ങൾക്ക് മുമ്പും നമ്മുടെ സംസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ജമാഅത്ത് കൗൺസിൽ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് ദേശീയ ലെവലിൽ വളർന്നിരിക്കുകയാണ്. അതിൻ്റെ മുഖ്യ അജണ്ടയും അതിൻ്റെ പ്രവർത്തനവും ജീവകാരുണ്യമാണ്, സാമൂഹിക സേവനം. നാം മനസ്സിലാക്കേണ്ടത് എത്ര നിസ്സാരമാണെങ്കിലും ഒരു നന്മ അത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് മഹത്തായ
ഒരു കാര്യമാണ്. നാം അറിയാതെ ആ നിസ്സാരമായ നന്മ പോലും നന്മയുടെ ഒരു വടവൃക്ഷമായി വളർന്നേക്കാം. നമുക്കത് പ്രതീക്ഷിക്കാനും ആശിക്കുവാനും വകയുണ്ട്. 2017 മുതൽക്ക് ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം പിച്ചവെച്ച് തുടങ്ങി. 6-7 വർഷം കൊണ്ട് 60-ൻ്റെയും 70-ൻ്റെയും പ്രായത്തിലേക്ക് കടന്നു ചെന്ന ധാരാളം സുദീർഘമായ സേവനങ്ങൾ ചെയ്ത ഒരു പ്രസ്ഥാനം തന്നെയാണ് ജമാഅത്ത് കൗൺസിൽ എന്ന മഹത്തായ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കാൻ വലിയൊരു കാരണം ആലിം കൗൺസിൽ എന്ന പോഷക സംഘടനയിലെ മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠരുടെ അറിവുകൾ വലിയൊരു കാരണമായിട്ടുണ്ട്. ആ ഓൺലൈൻ പ്രഭാഷണ പരമ്പര ഇന്ന് 2000 കവിഞ്ഞിരിക്കുകയാണ്. ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു പരിപാടിയിലാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വിവിധ സംഘടനകൾ നിലകൊള്ളുകയാണ്. ആ സംഘടനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടുകൂടി, വ്യത്യസ്തമായ നിലപാടുകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്ത് കൗൺസിൽ എന്നതിൽ യാതൊരു സംശയവുമില്ല, യാതൊരു ആശങ്കയുമില്ല.